ഹായ് ഫ്രണ്ട്സ്, ഇത് ഈസ്റ്റർ ദിനത്തിൻ്റെ അന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾക്ക് പള്ളിയിൽ വെളുപ്പിനെ 5 മണിക്ക് റാലിയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 4:45 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലെത്തിയപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ മാലാഖയായിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ റെഡിയായിട്ട് വന്നു, ഡ്രസ്സൊക്കെ ഇടിച്ച് റെഡിയായി വന്നു. പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് പള്ളിയിൽ നിന്നാണ് ചിറക് കിട്ടിയത്. അപ്പോഴേ അതൊക്കെ അവൾക്ക് വെച്ച് കൊടുത്തു. അപ്പോഴേ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്, മാലാഖ ആവാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ അവൾക്ക് ചിറകെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം പള്ളിയിൽ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല, കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ. പാത്തുന് ഇന്ന് സ്നാനമുണ്ട്, അതുകൊണ്ട് അവക്കും വെള്ള ഡ്രസ്സൊക്കെ ഇടിയിച്ചു. പിന്നെ റാലിക്കുള്ള ഒരുക്കങ്ങൾ, മെഴുകുതിരി എല്ലാവരും പിടിച്ചിട്ടാണ് റാലിക്ക് പോകുന്നത്. അപ്പോഴേ കയ്യിൽ മെഴുകൊന്നും ഉരുകി വീഴാതിരിക്കാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് സംഭവമൊക്കെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാറ്റ് തണയുകയില്ല. ഞങ്ങൾ റാലിക്ക് പോയിട്ട് തിരിച്ച് വരുന്നിടം വരെയും ആ മെഴുകുതിരി ഒന്നും അണഞ്ഞില്ലായിരുന്നു. അങ്ങനെ പിന്നെ അത് എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരുന്നു മെഴുകുതിരി. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ മെഴുകുതിരിയൊക്കെ പിടിച്ച് എല്ലാവരും വരിവരിയാ നിന്നപ്പോഴേക്കും. അങ്ങനെ ഞങ്ങൾ ഏകദേശം 5 മണിയൊക്കെ ആയപ്പോഴാണ് റാലി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ട് ഒരുങ്ങി. മാലാഖമാർ ആദ്യം നിന്നു, പിന്നെ ബാക്കി സഭാജനങ്ങളെല്ലാം പുറകിലോട്ട് ഇങ്ങനെ വരിയായിട്ട് നിന്നു. ഒറ്റ വരിയായിട്ട് തന്നെയായിരുന്നു നിന്നത്. അങ്ങനെ പിന്നെ ഏകദേശം 1 മണിക്കൂർ 2 ജംഗ്ഷനിൽ കറങ്ങിയാണ് പള്ളിയിൽ വന്നത്. തിരിച്ച് വന്നപ്പോഴേക്കും ഏകദേശം 6 മണിയായി. നേരം വെളുത്ത് 6 മണിയൊക്കെ ആയപ്പോഴാണ് തിരിച്ച് പള്ളിയിൽ വന്നത്. നല്ല രസമുണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. ഈ രാവിലെ നടന്ന് ശീലമില്ലാത്തത് കൊണ്ട്, പക്ഷേ നടന്നപ്പോൾ ഞാൻ വിചാരിച്ച് കാല് വേദനിക്കുമെന്ന്. പക്ഷേ ഈ 1 മണിക്കൂർ നടന്നിട്ട് ഒരു ക്ഷീണവും ഒന്നും തോന്നിയില്ല. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു രാവിലെ നടക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പള്ളിയിലെ ആരാധന ഉണ്ടായിരുന്നു. ആരാധനയ്ക്കിടയിൽ തന്നെ പാത്തുവിൻ്റെ സ്നാനം ഉണ്ടായിരുന്നു. പാത്തു ഒരു ബഹളവും കൂട്ടാതെ ഇരുന്ന്. അതിന് മുമ്പ് ഭയങ്കര ബഹളമായിരുന്നു. പള്ളിയിൽ ഇരുന്നപ്പോഴേക്കും ഭയങ്കര കരച്ചിലും വാശിയും ഒക്കെ ആയിരുന്നു. പക്ഷേ ആ സ്നാനത്തിൻ്റെ സമയമായപ്പോഴേക്കും അവൾ ഒരു കരച്ചിലും ഇല്ല. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു, 2 ഫാമിലിക്കാരുണ്ടായിരുന്നു സ്നാനത്തിന്. അപ്പോൾ പാത്തുവിനായിരുന്നു ആദ്യം പാത്തുവിന് സ്നാനം കൊടുത്തപ്പോഴേക്കും അവൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കരച്ചിലോ പിണക്കോ ഇല്ലാതെ നല്ല രീതിക്ക് ഇരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ നിന്ന് തന്നെ ഫുഡുണ്ടായിരുന്നു. ഇടിയപ്പവും പിന്നെ ഒരു വെജിറ്റബിൾ കറിയും ഉണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചതിന് ശേഷം VBSൻ്റെ സ്റ്റാർട്ടിങ് ദിവസമാണ് ഇന്ന്. അതും കഴിഞ്ഞതിന് ശേഷം